ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സ്റ്റെഫീനെയാണ്. സ്റ്റെഫിയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ കിരൺ നിൽക്കുക കേട്ടോ. കിരൺ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി എപ്പോഴേ അകത്തേക്ക് കയറിയത് എന്ന് ചോദിക്കുകയാണ്. നീയൊന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണടാ, എന്റെ ഗംഗയുടെ ആത്മാവ് പേറിക്കൊണ്ടിരിക്കുന്ന പെണ്ണാ ഞാൻ, നിന്നെയൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ലടാ എന്ന് പറയുമ്പോഴേക്കും നാണില്ലടി, ഗംഗയുടെ ആത്മാവ് പേറിക്കൊണ്ട് നടക്കുന്ന ശരീരമാണെന്ന് പറയാനായിട്ട്. അതിനൊക്കെ വന്നത് ഈ ശരീരം നീ കത്തിച്ച് കളയണതാടി. അതേടാ, ഞാൻ കത്തിച്ച് കളയടാ, പക്ഷെ അതിനൊക്കെ മുമ്പ് നിന്നെ പോലുള്ള കുറേ നേരം കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ എന്ന് പറയാണ്. നീ എന്തിനാ ഇപ്പൊ അകത്തേക്ക് കയറിയത്? നീ പേടിക്കണ്ട, നിന്റെ പെണ്ണുമുളനെ തല്ലിക്കൊല്ലാനോ ഒന്നുമല്ല ഞാൻ അകത്തേക്ക് കയറിയത് എന്ന് പറയാണ്. നിന്നെയൊക്കെ ഞാൻ ശപിക്കുവാടാ, നീ നോക്കിക്കോ, നീയൊന്നും ഒരു കാലത്തും രക്ഷപ്പെടില്ലടാ. അത് കേൾക്കണ കിരൺ പറയണ്ട്, ആഹാ, നീ വലിയ പാഞ്ചാലിയാണല്ലോ ശപിച്ച അതങ്ങടെ ഏൽക്കാനായിട്ട്. ഒന്ന് പോടി, നീ ഒന്ന് നാണോ ഇല്ലാത്തവള്, ദേ പെണ്ണായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ നിന്നെ നിലത്തെടുത്ത് തലകുത്തി മറിച്ചാനേ എന്ന് പറഞ്ഞൊരു ഒറ്റ തള്ളു വെച്ച് കൊടുക്കാണ് സ്റ്റെഫീന. സ്റ്റെഫി നിലത്തേക്ക് വീഴുന്നുണ്ട്. ആടാ, നീ എന്നെ കൊന്നോടാ, നീ എന്നെ കൊന്നു എന്ന് പറയുമ്പോ, ഇല്ലടി, നീ ഒരു പെണ്ണായി പോകണ്ട, ഞാൻ നിന്നെ കൊല്ലാത്തത്. നിന്റെ സ്ഥാനത്ത് വേറെ ആണുങ്ങളാണിതുപോലെ സംസാരിച്ചെങ്കിലുണ്ടല്ലോ, അവര് രണ്ടു കാലം പിടിച്ച് പൊക്കി ഞാൻ നിലത്തേക്കിട്ട് അടിച്ചാനേ ഞാൻ എന്ന് പറയാണ്. അത് കേൾക്കണ സ്റ്റെഫി പറയുന്നുണ്ട്, ഇടാ എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ ഗംഗനെ കൊന്ന് നീയൊക്കെ തന്നെയാണെന്ന്. അതേടി, നിന്റെ ഗംഗനെ കൊന്നു ഞങ്ങൾ കുഴിച്ചുമൂടി, നീ തെളിയിക്കാൻ പറ്റുമെങ്കിൽ പോയി തെളിയിക്ക്. പിന്നെ 10-12 കൊലപാതകം നടത്തിയവനെ പോയി സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് ആണില്ലാത്തവള്, നിന്നെ ഞാൻ ഒന്നും ചെയ്യാത്തതിനെ കാണേ, നിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമാണ് ഇറങ്ങി പൊടിവിടുന്നു എന്ന് പറയാണ്. സ്റ്റെഫി അവിടെ നിന്ന് നാണം കെട്ട് ഇറങ്ങി അങ്ങോട്ട് പോകാട്ടോ. കിരൺ അപ്പൊ തന്നെ വേഗം തന്നെ നമ്മുടെ കല്യാണി കിടക്കുന്ന റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. കല്യാണി ആ സമയത്ത് കാദംബരി അടുത്ത് പറയുന്നുണ്ട്, എന്താ ചേച്ചി ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്നോട് പറയാതിരുന്നത്? കാദംബരി പറയുന്നുണ്ട്, മോളെ നീ ഈ അവസ്ഥയിൽ കിടക്കയല്ലേ, പിന്നെ എങ്ങനെയാ മോളെ നിന്നോടത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാ എന്നിങ്ങനെ പറയാട്ടോ കാദംബരി. ആ സമയത്ത് തന്നെ കിരൺ അവിടേക്ക് വരുന്നുണ്ട്. കിരണോട് നമ്മുടെ ബൈജു പറയണ്ട്, സ്റ്റെഫി ഉണ്ടല്ലോ അളിയ, അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നു, എന്നിട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞോ? എന്തിനാ കിരണേട്ട എന്നോട് കള്ളം പറഞ്ഞത്? അവള് പറയേണ്ടതൊക്കെ പറഞ്ഞു. കിരണേട്ടനും രതീഷേട്ടനും വെയിലും ഒക്കെ ജയിലിലായിരുന്നു അല്ലേ? കല്യാണി, അതൊക്കെ കഴിഞ്ഞില്ലേ, ഞങ്ങൾ കോടതി വെറുതെ വിടുകയും ചെയ്തു. പക്ഷെ ഇനിയും പേടിക്കേണ്ടതുണ്ട് കല്യാണി. അവളെപ്പോലെ ഒരുത്തിനെ പേടിക്കേണ്ടത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവളുടെ മരിച്ചുപോയ കാമുകന് വേണ്ടിയിട്ട് മരിക്കാൻ നിൽക്കുന്ന പെണ്ണാണ് എന്ന് പറയുമ്പോഴേക്കും ബൈജു പറയണ്ട്, ഇവിടെ വന്നിട്ട് കുറെ ഡയലോഗൊക്കെ അടിച്ചു കളിയാ. എനിക്ക് ദേഷ്യം വരുമായിരുന്നു. അവളുടെ അടുത്ത് എനിക്ക് പ്രത്യേക ഒരു ദേഷ്യം ഉണ്ടല്ലോ. അന്ന് പെണ്ണ് കാണാൻ വിളിച്ചിട്ട് അളിയനെ കുത്താൻ പോയപ്പോഴല്ലേ കല്യാണിന്റെ അച്ഛനെ കുത്ത് കിട്ടിയത്. അന്ന് കല്യാണി കിടക്കുന്ന പോലെയാ കല്യാണിന്റെ അച്ഛൻ കിടന്നത്. അത് മാത്രല്ല, എനിക്ക് ഒരുപാട് ദേഷ്യമുണ്ട് അവളോട്. അതൊക്കെ ഞാൻ തീർക്കാൻ വേണ്ടി പോയതാ. ശരിക്കും മറ്റേ ആപ്പിൾ മുറിക്കണ കത്തി വെച്ച് അവളെ നെഞ്ചിലേക്ക് കുത്താൻ പോയപ്പോഴാ കാദംബരി ചേച്ചി പിടിച്ച് മാറ്റിയോണ്ട് മാത്ര. അല്ലാന്നുണ്ടെങ്കിൽ അവൾക്കിന്ന് കുത്ത് കിട്ടിയാനേ. അവളോടൊന്നും ചെയ്യലടാ. അവള് നാളെ മറ്റന്നാളാ ജയിലിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അവൾ ആ പരാതി കൊടുത്തോണ്ട് മാത്രമാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായത് എന്ന് പറയാണ്. അപ്പോ കല്യാണി ചോദിക്കാണ്ട്, പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു കിരണേട്ടാ, എന്ത് പറയാനാ കല്യാണി? സിയെ കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിലൂടെ തന്നെയാണ് കേസ് അന്വേഷിച്ചത്. അതുകൊണ്ട് ആദ്യം അറസ്റ്റ് ചെയ്തത് വേലുവിനെയും രതീഷിനെയും ആയിരുന്നു. പക്ഷെ അവിടെ വേലു ഒരു പണി പറ്റിച്ചു. എന്താ കിരണേട്ടാ? ഞങ്ങളെല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി കുറ്റം സ്വയം അങ്ങോട്ട് ഏറ്റു. അവരാണ് ആ ഇരുമ്പ് തണ്ട് കൊണ്ട് ഗംഗപ്രസാദിനെ തലക്കടിച്ചതെന്ന്. പക്ഷെ അത് ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ കൊടുത്തപ്പോഴേക്കും അവന്റെ വിരലടയാളം, എന്റെ വിരലടയാളം, രതീഷിന്റെ വിരലടയാളം ഒന്നും അതിലുണ്ടായിരുന്നില്ല. ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ 3 പേരും രക്ഷപ്പെട്ടത്. പക്ഷെ ആ സിയെ ആ കേസ് ഇനി മുഴുവനാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോഴേക്കും ബൈജു പറയുന്നത്, ആ സിയെക്ക് നാണമില്ലേ അളിയ? ആ ഗംഗപ്രസാദിനെ പോലത്തെ ഒരു മരിച്ചു, എന്നിട്ടും അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാനായിട്ട്. എടാ, അയാൾ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ചിട്ട് കോടതിയിൽ തോറ്റുപോയല്ലോ, അതിൻ്റെ ഒരു അമർഷം അയാൾക്ക് നന്നായിട്ടുണ്ട്. എന്തായാലും സൂക്ഷിച്ചേ പറ്റൂ എന്ന് കിരൺ ഇങ്ങനെ പറയുന്നു കേട്ടോ. അതിനുശേഷം കാണിക്കണ വീണ്ടും കല്യാണിലെ സ്റ്റെഫീനെയാണ്. സ്റ്റെഫി അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക കേട്ടോ. അവിടെയാണെങ്കിൽ സിയെ ആകെ ദേഷ്യത്തിൽ എന്തൊക്കെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റെഫി അവിടേക്ക് വരുന്നത് കേട്ടോ. സ്റ്റെഫി സി എടുത്ത് പറയുന്നുണ്ട്, സാറിനെ വിശ്വസിച്ചല്ലേ സാർ ഞാൻ കേസ് തന്നത്, എന്നിട്ട് കേസ് തോറ്റുപോയല്ലോ സാർ എന്നൊക്കെ പറയാണ്.
നിനക്ക് വിശ്വസിച്ച എന്നെ പറഞ്ഞാൽ മതി. സി എ പറയുന്നുണ്ട്, എടി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ഞാൻ ഈ കേസ് തെളിയിച്ച് സത്യസന്ധമായിട്ട് തെളിയിച്ച് നിന്റെ കയ്യിലേക്ക് തരാം, നീ എൻ്റെ ആരാടി, എൻ്റെ മേലുദ്യോഗസ്ഥനോ എന്ന് പറയുമ്പോഴേക്കും, സർ ഞാനത് അപ്പത്തെ ആവേശത്തിൽ പറഞ്ഞു പോയതാ, സോറി സർ, എങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ സർ, എൻ്റെ പരോളിന് മുമ്പെങ്കിലും ഗംഗയുടെ കൊലയാളികളെ കണ്ടുപിടിച്ച് ജയിലിലടയ്ക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അയ്യോ, നിന്റെ പരോള് കഴിഞ്ഞ് ജയിലിൽ കിടന്ന നിനക്ക് ആ ഒരു ഗംഗപ്രസന്ന കൊലയാളിനെ കണ്ടുപിടിച്ചാൽ നിനക്ക് എന്താ സന്തോഷം ഉണ്ടാവില്ലേ? സാർ ഉണ്ടാവും സാർ, പക്ഷെ പരോളിന് മുമ്പാണെങ്കിൽ എനിക്കൊരു സന്തോഷമായതിന്, അതുകൊണ്ടായിരുന്നു സാർ. ദേ എനിക്കാകെ ദേഷ്യം വന്നിരിക്കുക, സമനില തെറ്റിയിരിക്കുക. ആ സമയത്ത് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ എനിക്ക് ദേഷ്യം വരും, ഇറങ്ങി പോടി വിടുന്നു സാർ. അല്ലെങ്കിലും ഞാൻ ജയിലിൽ തന്നെ പോകാൻ വേണ്ടി പോവാ, നാളെ കഴിഞ്ഞ് എൻ്റെ പരോട് കഴിയും, ഞാൻ തിരിച്ച് ജയിലിലേക്ക് പോവാണ് സാർ. അതിനു മുമ്പ് ജസ്റ്റ് എനിക്ക് ആ കേസിനെ കുറിച്ച് അറിയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ, സോറി സാർ എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവിടെ നിന്ന് പോവാണ്. സി എക്ക് വീണ്ടും ഇങ്ങനെ ദേഷ്യമൊക്കെ വരുവാട്ടോ. അവിടേക്ക് എസ് ഐ വരുന്നുണ്ട്. സാർ അന്നത്തെ ഫുൾ CCTV ദൃശ്യങ്ങളടങ്ങിയ പെൺഡ്രൈവ് കിട്ടി സാർ എന്ന് പറഞ്ഞിട്ട് ആ പെൺഡ്രൈവ് വേഗം തന്നെ സി എക്ക് കൊടുക്കുകയാണ്. സി ആ പെൺഡ്രൈവ് ലാപ്ടോപ്പിൽ കുത്തി നോക്കുമ്പോഴേക്കും നമ്മുടെ കിരൺ അന്ന് മുഹൂർത്തം കഴിയുമ്പോൾ തന്നെ കിരണും രതീഷും വേലും കൂടി ആ കാറായിട്ട് പോയില്ലേ, ആ രംഗങ്ങളാണ് കേട്ടോ ആ CCTVയിൽ ആ ഒരു പെൺഡ്രൈവിലുള്ളത്. അപ്പോഴേക്കും സി എ പറയുന്നുണ്ട്, കണ്ടില്ലേ അവിടുത്തെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ പെൺഡ്രൈവിലുണ്ട്. അവിടെ മുഹൂർത്ത സമയത്ത് കിരണും രതീഷും വേലും കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, കറക്റ്റായിട്ട് കാണാം. ഈ കേസിൽ ഒന്നാം പ്രതി, രണ്ടാം പ്രതി, മൂന്നാം പ്രതി കിരണും വേലും രതീഷാണോ അത് ഉറപ്പാണ്. നമുക്ക് അവിടെ കൂടി ഒന്നും കൂടി പോകേണ്ടി വരും, കുറച്ചാൾക്കാർ ഒന്നും കൂടി ചോദ്യം ചെയ്യണം എന്ന് പറയണം. സർ പക്ഷെ ആരും സമ്മതിക്കുന്നില്ലല്ലോ എന്ന് എസ് ഐ പറയുമ്പോൾ, സമ്മതിപ്പിക്കാൻ എനിക്കറിയാം എന്ന് സി എ പറയാണ്. ആദ്യം തന്നെ പൊക്കുന്നത് ആ ഒരു തൈ മേടിച്ച ആ ഒരു നഴ്സറിക്കാരനുണ്ടല്ലോ, അയാളെ കേട്ടോ ആദ്യം പൊക്കുന്നത്. അയാളെ പിടിച്ച് ജയിലിലേക്ക് ഇടാണ്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ആ സി എ അടിക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു അപ്പാപ്പൻ സത്യം പറയാണ്, സാർ എന്നോട് ക്ഷമിക്കണം സാർ, അന്ന് ഞാൻ കള്ളം പറഞ്ഞാണ് സാർ. ആ കിരൺ സാർ ആ തെങ്ങൻ തൈ മേടിച്ചുകൊണ്ട് പോയത് സാറ് പറഞ്ഞ ഡേറ്റിൽ തന്നെയാണ്, പിന്നെ എന്തിനാണോ താൻ ആദ്യം കള്ളം പറഞ്ഞത്? അത് സാർ പിന്നെ തനിക്ക് ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞതെങ്കിൽ തനിക്ക് ഇത്ര അടി കിട്ടില്ലായിരുന്നല്ലോ, വെറുതെ ഈ പ്രായത്തിൽ അടി മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എടോ എസ് ഐ വാടോ, നമുക്ക് കുറച്ച് പണിയുണ്ട് എന്ന് പറയാണ്. പിന്നെ ഇയാളെ പുറത്തു വിടരുത്, ഇതിന്റെ അന്വേഷണവും കാര്യങ്ങളും കഴിയുന്നവരെ ഇയാൾ ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എസ് ഐയും സി എയും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. നേരെ പോണത് കിരണിന്റെ വീട്ടിലേക്കാണ്. കുറച്ച് പണിക്കാരെയും കൂട്ടിക്കൊണ്ടാണ് പോണത്. വാതിൽ മുട്ടുമ്പോഴേക്കും വാതിൽ തുറക്കണത് നമ്മുടെ അമലുവാട്ടോ. അമലു പേടിച്ച് വേലുവേട്ടാ വേലുവേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. വേലു വരുന്നുണ്ട്. എന്താ അമലു? ദേ പോലീസ് എന്ന് പറയാണ്. പോലീസോ? വേലു നോക്കുമ്പോഴേക്കും ആ സി എ ആട്ടോ. എന്താ സർ എന്ന് ചോദിക്കുമ്പോൾ, എന്താടാ എനിക്കിവിടെ വന്നുകൂടെ എന്ന് പറയാണ്. അല്ല സർ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ? അതേടാ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്, പക്ഷേ നീയൊക്കെ തന്നെയാണ് അതിന്റെ പ്രതിന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറയടാ, നീയും ആ വേലും നീയും ആ രതീഷും കിരണും കൂടി ചേർന്നല്ലേ ഗംഗയുടെ ബോഡി കുഴിച്ചു മൂടിയത്? അയ്യോ സാറേ ഇല്ല സാറേ, ഇല്ല, നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അല്ല എല്ലാം കഴിഞ്ഞല്ലോടാ, പിന്നെ നീയൊക്കെ എന്തിനാ ഇവിടെ നിൽക്കണത്? സാറേ ഞങ്ങൾ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. കല്യാണിച്ച് ഹോസ്പിറ്റലിലാണല്ലോ, അപ്പോൾ കല്യാണിച്ച് ഡിസ്ചാർജ് ചെയ്തിട്ടേ ഞങ്ങൾ ഇനി പോകുന്നുള്ളൂ. ഓ ഇതാരാടാ? ഇതെന്റെ പെണ്ണാ സാറേ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന. ഓ അറിയാം, ആ മൂപ്പന്റെ മോളല്ലേ മരിച്ചുപോയ? അതെ സാറേ, ആ കൊലയാളി കൊന്ന മൂപ്പന്റെ മോള് തന്നെയാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ സി എ പിൻവശത്തേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ വെയില് ചോദിക്കണ്ട്, എന്തിനാ സാറേ പിൻവശത്തേക്ക് പോണത്? എന്താടാ എനിക്കവിടെ ഊരുവിലക്കാണോ? അല്ല സാറേ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് വേലു പറയാട്ടോ. ശേഷം ആ സി എ ആ പണിക്കാരെയും കൂട്ടിക്കൊണ്ട് നേരെ പോണത് ആ പിൻവശത്തേക്കാണ്. എന്നിട്ട് അപ്പോഴേക്ക് വെയിലും അതുപോലെ തന്നെ നമ്മുടെ ശാന്തമ്മ ചേച്ചിയും അമലും കൂടി പിൻവശത്തേക്ക് പോകുന്നുണ്ട്. ആ സി എ പറയുന്നുണ്ട്, അന്ന് ഇവിടെ വന്നപ്പോൾ ഈ തെങ്ങ് ഇളക്കി മാറ്റിയില്ല, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. സത്യം വേണ്ട, ഈ തെങ്ങിന്റെ അടിയിൽ ഗംഗപ്രസനം കുഴിച്ചിട്ടേക്കല്ലേ? അയ്യോ അല്ലേ സാറേ? ഓഹോ, നീ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുവാണല്ലേ? ഈ തെങ്ങ് എപ്പോഴാണ് നട്ടേതാ പറഞ്ഞത്? അവ ശാന്തമ്മ ചേച്ചി, അയ്യോ സാറേ എനിക്കൊന്നും അറിയില്ല സാറേ, ഞാൻ വന്നപ്പോൾ ഇവിടെ തെങ്ങ് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. വേലു പറയുന്നുണ്ട്, ചേച്ചിക്കൊന്നും അറിയില്ല സാറേ, അപ്പൊ നിനക്കാണല്ലേ അറിയാവുന്നല്ലേ? എന്നാ സത്യം വേണ്ട, ഈ തെങ്ങ് എപ്പോഴാ കുഴിച്ചിട്ടത്? സാർ ഇത് 2-3 മാസം മുമ്പാണ്. ഓഹോ, നീ ഇപ്പോഴും അതേ തന്നെ ഉറച്ചു നിക്കടാ. ഈ തെങ്ങ് നിങ്ങൾ മേടിച്ച സ്ഥലമില്ലേ, അവിടുത്തെ ആള് സത്യമൊക്കെ പറഞ്ഞടാ എന്ന് പറയാണ്. നിങ്ങൾ തന്നെയാ ഇതിലെ പ്രതിന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഈ തെങ്ങ് തൈ എടുക്കട്ടെ, അപ്പൊ ഇതിലെന്താന്ന് കാണാലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അമലു ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. ഇനി അമലു അങ്ങാനുമാണ് തലക്കെട്ടിച്ചത്, ഇനി അതിലും സംശയിക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.